നാളെ ഞങ്ങളൊരു ടൂർ പോകുന്നുണ്ട്. എവിടെയാ എങ്ങോട്ടേക്കാന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് പപ്സ്. 4 ഫാമിലിയാണ് പോകുന്നത്. 4 ഫാമിലി എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും. ഞങ്ങളുണ്ടാക്കിയതാണ് പപ്സ്. ഓക്കെ, അപ്പം രാവിലെ 3:30 എണീറ്റ് പോകണം. എണീറ്റിട്ട് കാണാം. ബൈ. ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം അതിരാവിലെ 3 മണി. ഞങ്ങളെല്ലാവരും കൂടി എണീറ്റ് റെഡിയായി ഒരു സ്ഥലത്ത് പോവാണ്. സ്ഥലം ഏതാണെന്ന് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. ഉണ്ട്, ലൂക്കാച്ചനും എണീറ്റിട്ടുണ്ട് 3 മണിയായപ്പോൾ. ലൂക്കാച്ച, വെൽക്കം ടു ലൂക്കാച്ചൻസ് വേൾഡ്. നമ്മളെവിടെ പോവാ? ഓക്കെ, എന്ത് രാവിലെ അമ്മ എന്തോ കാണിക്കുന്നത്? ഇച്ചാൻ ഓൾറെഡി റെഡിയായി, എനിക്കിനി റെഡി ആവണം. അപ്പം ശരി, അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വണ്ടി കയറാൻ നേരത്ത് കാണാം. ഞങ്ങൾ വണ്ടി കയറി. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് വണ്ടി കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഓൾറെഡി ഞങ്ങൾ ലേറ്റായി. അങ്ങനെ ഇപ്പം നമ്മൾ പോകുന്നതിൻ്റെ കുറച്ച് ഷോർട്സാണ്. എന്തോ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ട്. സൈഡിൽ ലൈറ്റ്സൊക്കെ കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ ലൈറ്റ്സൊക്കെ കാണാൻ? ഞങ്ങളങ്ങനെ ആ സ്ഥലത്തെത്തി. ഞങ്ങളുടെ ഒരു പള്ളിയിലോട്ടേക്കാണ് പോകുന്നത്. ആ പള്ളിയിലോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. ചിരിക്കില്ല കേട്ടോ, ഇവരൊക്കെ ചിരിക്കുന്നുണ്ടോ? മുന്നിലെ ലൂക്കച്ചനും ഇച്ചനൊക്കെ പോകുന്നു. ലൂക്കാച്ചി, ഇതാണ് പള്ളി. അസീസിയിലെ ഫ്രാൻസിസ് അസീസിനെ കാണാനാണ് ഞങ്ങൾ രാവിലെ പോകുന്നത്. ഞങ്ങൾക്ക് 7 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ 7 മണിക്ക് ഞങ്ങളിവിടെ 6:30 എത്തിയപ്പോൾ വണ്ടി കയറുന്ന വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഓടിപ്പിടിച്ച് കയറിയായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഞാൻ സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. ഹലോ, ഞങ്ങളിവിടെ വന്നിട്ട് ക്യൂ നിന്നിട്ടാണ് കയറേണ്ടത്. ഇതാണ് ക്യൂ. മണിക്കുള്ളത് ഇപ്പോൾ ഓപ്പണായി. അപ്പോൾ ഞങ്ങൾ 7 മണിക്കത്തേൻ്റെ അവിടെ നിൽക്കുവാണ്, വെയിറ്റ് ചെയ്യുകയാണ്. കച്ചൻ നല്ല തിരക്കുണ്ട്.
ഞങ്ങൾ ഫ്രാൻസിസ് അസീസിയുടെ തിരുശേഷിപ്പൊക്കെ കണ്ടിറങ്ങി. അതിൻ്റെ ഉള്ളിലോട്ടേക്ക് വീഡിയോ എടുക്കത്തില്ലായിരുന്നു, ഫോൺ അലൗഡ് അല്ലായിരുന്നു, സോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ഉള്ളിൽ മൊബൈൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇവിടെ കുർബാന ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഞങ്ങൾ കുർബാനയ്ക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കാച്ചന് നേരത്തെ ഡയന ചേച്ചി കൊണ്ടുപോയി. ഇതാണ് ഞങ്ങളുടെ ശോഭിത്തേട്ടനും ഡയന ചേച്ചി. ഞങ്ങൾ ഏത് ടൂറിന് പോയാലും ഇവരുടെ പ്രണയകഥയാണ് ടൂറിൻ്റെ ആദ്യത്തെ കഥ തുടങ്ങുന്നത്. രണ്ടുപേരും ലവ് മാരേജാണ്. ഇതാണ് ആ പള്ളി. സ്ഥലം നോക്കി എന്ത് രസമാ കാണാൻ. ഇതാണ് അസിസിയിലെ ചർച്ച്. നമുക്കിന്ന് ഉള്ളിൽ കയറാൻ പറ്റത്തില്ല. അതിന് മാസിന് അപ്പോയിൻമെൻ്റ് എടുക്കണം, എന്നാലേ കയറാൻ പറ്റത്തുള്ളൂ. സോ ഞങ്ങൾ കാർലോസ് അക്യൂത്തിസിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഫുള്ള് സൊവനിയേഴ്സിൻ്റെ ഷോപ്സാണ്. എന്നെ കാണാവോ? ഇവിടെ ഭയങ്കര സൺലൈറ്റാണ്, അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല അങ്ങോട്ടേക്ക്. സോ ഞങ്ങളുടെ കൂടെ വന്ന് ഗ്യാങ്ങിനെ കാണിച്ചു തരാം. ഹലോ പറ. ഹലോ 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 ദിവീന. ഹലോ പറഞ്ഞ. ഹലോ, ഇത് ദിവീന. ഹലോ ശോഭിത്തേട്ടൻ ഡയന ചേച്ചി. ബ്രൗൺ ചേട്ടൻ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ചേച്ചി. ഹായ് ഹായ് ജസ് ചേച്ചി. ഹായ് 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 പറ. ഹായ് ഹായ്. ആ എല്ലാവരും ഹായ് പറഞ്ഞു. ലൂക്കാച്ചനും ഹായ്. ഭയങ്കര സൺലൈറ്റ് ആണ്, ഭയങ്കര സൂര്യപ്രകാശം. എൻ്റെ വ്ളോഗേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ത് ചെയ്യും? 10 പേരുള്ളൂ. ഹായ്. കുറച്ച് ഓക്കെ ഓക്കെ. ഇപ്പൊ ഓക്കെ അല്ലേ? ആ ഇപ്പൊ ഓക്കെ. ലൂക്കാച്ചൻസ് വേൾഡ്. ലൂക്കാച്ചൻസ് വേൾഡ്. ഇറ്റലിയുടെ അസീസിയിലെ തെരുവീഥികളിലൂടെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൂക്കാച്ചൻ വെച്ചതിന് പുറകെ വരുന്നുണ്ട്. Via San Francisco.
നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? ഡിവീൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ജസ്റ്റ് ചേച്ചി ഡിവീനയ്ക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. ടു 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 ഒലിവിൻ്റെത്. ഒന്ന് പറഞ്ഞു, എങ്ങനെയാ വ്ളോഗ് എടുക്കുമ്പോ പറയണ്ടേന്ന് പറഞ്ഞു. ഓ യാ 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 യാ. അങ്ങനെയാണ് ഞാൻ വ്ളോഗ് എടുക്കണ്ടേന്നാണ് ഇവര് പറയുന്നത്. ഒന്നുമില്ല, കിട്ടിയില്ലേ? ആ, ഒരു കുളം അല്ല, ലുക്കച്ചൻസ് വേർഡ്. ലുക്കച്ചൻസ് വേർഡ്. ഇതാണ് ഫ്രാൻസിസ് അസീസിയുടെ അപ്പായും അമ്മായും. അവരുടെ സ്റ്റാച്ചു ആണ്. ബെല്ലു എൻ്റെ അടുത്ത് ഗൈസ് പറയാൻ വേണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ബെല്ലു ഒന്നുകൂടി പറഞ്ഞേ. ഗൈസ് ആണ്. ഇമ്മല് ബെല്ലുവിനെ കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് കിയേസ നുവോവ. നുവോവ എന്ന് വെച്ചാൽ പുതിയ പള്ളി. ഈ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ജന്മഗൃഹത്തിന് മുകളിൽ 1615 നിർമ്മിച്ചതാണ്. ഇവിടെ സെൻറ്റ് ഫ്രാൻസിസ് അസീസിയെ അദ്ദേഹത്തിൻ്റെ പിതാവായ പിയേട്രോ ദി ബെർണാഡോണെ അദ്ദേഹത്തെ ചങ്ങലക്കിട്ട ആ മുറി ഇന്നും ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കുന്നുണ്ട്. ഇതാണ് ആ മുറി. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ ചങ്ങലക്കിട്ടത്. അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ആ മുറി. ഇത് ഞങ്ങളിപ്പം ആ ദേവാലയത്തിൻ്റെ താഴെ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലാണ് ഈ ദേവാലയം പണിതേക്കുന്നത്. ഇത് അതിൻ്റെ താഴോട്ടേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വെയർ ഹൗസൊക്കെ കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ആ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ. ഞങ്ങളങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങുവാണ്, സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പം നമുക്കവിടെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വെയർ ഹൗസൊക്കെ കാണാൻ പറ്റും. ഇത് സെൻറ്റ് ഫ്രാൻസിസ് അസീസിൻ്റെ വീട്ടിലെ വെയർ ഹൗസാണ്. ബ്രൗൺ ചേട്ടൻ്റെ കവിത എടുത്താലോ എൻ്റെ വ്ളോഗിനകത്ത്? ബ്രൗൺ ചേട്ടൻ സ്വന്തമായിട്ട് എഴുതിയ കവിത ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് ഈ തെരുവീതികളിലൂടെ. ഇവിടെ അസീസിയിലാണെങ്കിലും പിണറായി സർക്കാരിനെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എങ്ങോട്ടേക്കാ പോകണ്ടേ? എങ്ങോട്ടേക്ക് ഇനി പോണ്ടേ? ഹായ് പറഞ്ഞേ. ഹായ് 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 ഹായ്. ഒരു വെളിച്ചം ഞാൻ കണ്ടു. പോട്ടെ പോട്ടെ. ആ മണിയടി ശബ്ദം കേട്ടോണ്ട് ഞാൻ പോട്ടെ.
കോഴീനെ നോക്കിയേ. നമ്മൾ അവിടെ എത്തി. നമ്മൾ പോകുന്നത് മിലേനിയൻ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന സെയിൻറ്റ് കാർലോസ് അക്യൂത്തിസിനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. അത് സാന്താ മരിയ മജോറെ എന്ന് പറയുന്ന ഈ ദേവാലയത്തിലാണ് അദ്ദേഹത്തിൻ്റെ തോമ്പുള്ളത്. നമുക്ക് കാണാൻ പറ്റിയ ഒരു ഗ്ലാസ് ടോംബാണത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റുന്നതായിരിക്കും. നോക്കട്ടെ, അവർ വീഡിയോ അലോ ചെയ്യുമെന്ന് അറിയത്തില്ല, എന്നാലും ജസ്റ്റ് നോക്കാം. കണ്ടോ, ഇവിടെയാണ് ടോംബ് ഓഫ് സെയിൻറ്റ് കാർലോസ് അക്യൂത്തിസ് ഉള്ളത്. ഓക്കെ, നമ്മൾ ദേവാലയത്തിൽ കയറി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു മിന്നായം പോലെ മാത്രമേ എടുത്തുള്ളൂ. നമുക്കവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാർലോസ് അക്യൂത്തിസിനെയൊക്കെ കണ്ട് കുർബാനയൊക്കെ കൂടി നമ്മൾ ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. അതോടെ ഞങ്ങളുടെ ടൂറ് ഇന്ന് ഞങ്ങൾക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലോട്ടേക്ക് പോകണം. അതെ, അപ്പം ഇനി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കാണിച്ചു തരാം. അല്ലേ ചേച്ചിയെ? ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ്. ഇതാണ് ഞങ്ങൾ നടന്നു പോകുന്ന വഴി. നല്ല രസമില്ലേ? റോമിൻ്റെ അസീസ്. അതെ, ഷോഭിത്തേട്ടൻ ബാക്കി പറഞ്ഞോളൂ. പറഞ്ഞു ഷോഭിത്തേട്ട. ആരുമില്ല, സബ്സ്ക്രൈബേഴ്സ് ആരുമില്ല, അതുകൊണ്ട് നമുക്ക് മേടിക്കണ്ട. ആകെ കേൾക്കാൻ പോകുന്ന ഡയലോഗ് ചേച്ചി ചേച്ചി. അതെ, ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്നതെടുക്കാം അല്ലേ? ഇതൊരെണ്ണം വാങ്ങിക്കാൻ പോവാം ഞങ്ങൾ. വേണ്ട, എൻ്റെ ഇതിനകത്ത് 5 രൂപ ഉണ്ട് പേഴ്സിനകത്ത്. എടുത്ത് ബ്ലോഗ് എടുക്കും. ഓ, ഇത് പേരൊക്കെ എഴുതി. നിങ്ങളുടെ പേരുണ്ടാവില്ലടാ, വെറൈറ്റി ചെയ്തോണ്ട് ഇതിനകത്ത് വരത്തില്ല. ഞങ്ങൾ നടന്ന് വരുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ്. സൂപ്പർ വ്യൂ. മറ്റു ഡയലോഗ്, വെൽക്കം ടു പറ. Hello guys. Welcome to my channel. ഓക്കെ, യുവർ ചാനൽ. ഇതാണ് താഴത്തെ വ്യൂ ഉണ്ടോ? അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കാണാൻ പറ്റും. സ്വിമ്മിംഗ് പൂൾ. ഇവിടെ കർഷകന്മാരായിരുന്നു. സൂപ്പറായിരിക്കും. സോ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ്
വേറൊരു പള്ളി കാണാൻ പോവാണ്. ടെൻ ടടേൻ. ഇതാണ് ചർച്ച്, ബെസിലിക്ക ദി സാന്താ മരിയ ദെല്ലി ആഞ്ചലി. ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ചാപ്പലുണ്ട്. അതിനെ പറയുന്നത് പോർസിൻകോള എന്നാണ്. ചെറിയൊരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അത് സെൻറ്റ് ഫ്രാൻസിസ് അസീസി സ്വന്തം കൈ കൊണ്ട് പുതുക്കി പണിത ചാപ്പലാണ്. ഏകദേശം ഒരു 9 അല്ലെങ്കിൽ 10 നൂറ്റാണ്ടിലാണ് ഈ ചാപ്പൽ നിർമ്മിക്കുന്നത്. ഇത് ബെനഡിക്റ്റിൻ സന്യാസി സമൂഹം ആണ് ഈ ചാപ്പൽ നിർമ്മിക്കുന്നത്. അതിനുശേഷം അവർ ഈ ചാപ്പൽ സെൻറ്റ് ഫ്രാൻസിസ് അസീസിക്ക് നൽകുന്നു. അദ്ദേഹം അത് പുതുക്കി പണിയുന്നു. അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ആരംഭം ഈ ചാപ്പലിൽ നിന്നാണ്. അദ്ദേഹം ഈ ചാപ്പലിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഫ്രാൻസിസ്കൻ സന്യാസി സമൂഹം, അവരുടെ തുടക്കവും ഈ ചാപ്പലിൽ നിന്നാണ്. സോ നമ്മൾ ആ ചാപ്പൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് ആ ചാപ്പലുള്ളത്. എനിക്കറിയത്തില്ല എനിക്ക് റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, ബട്ട് ഞാൻ മാക്സിമം നോക്കാം. ഒരു മിന്നായം പോലെയെങ്കിലും ഞാൻ കാണിക്കാം. ഓക്കെ. സോ ഞങ്ങളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ആക്രാന്തം കാരണം എല്ലാം വെട്ടി വിഴുങ്ങുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആരും റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ അതുകൊണ്ട് അതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നതെങ്കിലും വിശപ്പിൻ്റെ ആധിക്യത്താൽ ഞാൻ ആ കാര്യമേ മറന്നു. വ്ളോഗും ഇല്ല, ഒന്നുമില്ല. ഫുഡ് വന്നാൽ ഫുഡും മെയിൻ. നല്ല വെയിലുണ്ട് ഇവിടെ. ഇതാണ് ആ ചാപ്പൽ കേട്ടോ. ഇതിൻ്റെ അങ്ങോട്ടേക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ചർച്ചൊക്കെ കണ്ട് ഇറങ്ങിയപ്പം നല്ല ഒരു ഏരിയ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു റീലൊക്കെ എടുത്തു. റീലൊക്കെ എടുക്കാതെ എന്ത് ടൂറല്ലേ. സോ നമ്മൾ റീലൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ മനോഹരമായ അസീസി യാത്ര അങ്ങനെ അവിടെ തീർന്നു. ഞങ്ങൾ പോകാൻ നേരത്ത് ഞങ്ങളൊരു ഫാദറിനെയും കണ്ടു. കൂടാതെ ഞങ്ങൾ ശോഭിത്തേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലും കയറി. പക്ഷേ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയായിരുന്നു. ഞങ്ങൾക്ക് 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് എത്തണമായിരുന്നു റൂമിൽ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഹായ് പറഞ്ഞ് അതേമാതിരി തന്നെ ബൈയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പറ്റുമെങ്കിൽ നമ്മൾക്ക് ഒരു പ്രാവശ്യം അവരുടെ വീട്ടിൽ പോകാമെന്നാണ് ശോഭിത്തേട്ടൻ പറഞ്ഞേക്കുന്നത്. നമുക്കവിടെ പോയി നിന്ന്, കാരണം അവർക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമാണ്. നല്ല രസമില്ലേ കാണാൻ? എനിക്കെന്തോ സ്വിറ്റ്സർലാൻഡൊക്കെ പോയ ഒരു പ്രതീതിയായിരുന്നു ഇത് കണ്ടപ്പം. ആ മലനിരകളും ഒക്കെ കണ്ടപ്പം. അങ്ങനെ അടിപൊളി ട്രിപ്പായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല സത്യമായിട്ടും. അങ്ങനെ സൂപ്പർ ട്രിപ്പായിരുന്നു. എന്ത് രസമല്ലേ, നോക്കി എന്ത് മനോഹരമായ വ്യൂ ആണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു കൊച്ചു അസീസി യാത്ര തീർന്നു. ഇനി നമുക്ക് വീണ്ടും അടുത്ത യാത്രയിൽ കാണാം. ഓക്കേ, അതുവരെ ബൈ ഫ്രം ലുക്കാച്ചൻസ് വേൾഡ്.